ഓം ശാന്തി 20-12-69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. अभी तो आप सोचते हो तब उस अवस्था में स्थित होते हो, लेकिन ऐसा जो होगा उसका सोचना और स्थित होना साथ में होगा. सोच और स्थिति में फर्क नहीं होगा. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, അപ്പോഴാണ് ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ആരാണോ ഉള്ളത് അവരുടെ ചിന്തയും അതേപോലെ സ്ഥിതി ചെയ്യുന്നതും രണ്ടും ഒപ്പമായിരിക്കും. ചിന്തിക്കുന്നതും സ്ഥിതി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വരില്ല. ചിന്തിക്കുന്ന അഥവാ വിചാരിക്കുന്ന അതേ സെക്കൻഡിൽ തന്നെ സ്ഥിതി ചെയ്യാൻ സാധിക്കും ആരാണോ അങ്ങനെ ആ പ്രാക്ടീസിൽ സ്ഥിതി ചെയ്യുന്നത്. അശരീരി സ്ഥിതിയിലേക്ക് സ്ഥിതി ചെയ്യാൻ അത്രയും സഹജമായി തീരണം. ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആ അവസ്ഥയിൽ എത്തിയിരിക്കണം. സോച്ച ഔർ ഹുവ, ചിന്തിച്ചു അങ്ങനെ സംഭവിച്ചു. ऐसे जो अभ्यासी होंगे वही सर्विस करने का पान का बीड़ा उठा सकेंगे. അങ്ങനെയുള്ള അഭ്യാസികൾക്ക് മാത്രമേ സർവീസ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ കഴിയുകയുള്ളൂ. ഐസെ കോയി നിമിത്ത് ഹേ ലേക്കിൻ ബഹു തോടെ, അങ്ങനെയും കുറച്ച് പേര് നിമിത്തമാണ്, പക്ഷെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതായത് സർവീസിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അശരീരി അഭ്യസിക്കുന്ന ബാബയുടെ കുട്ടികൾ എണ്ണത്തിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ എന്ന് ബാബ പറയുകയാണ്. മെജോറിറ്റി നഹി ഹേ മൈനോറിറ്റി ഹേ, കൂടുതൽ പേരില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഉനോങ്കി ഊപ്പർ യഹാ ഹി ഫൂൽ ബർസായെങ്കി, അവരുടെ മേൽ ഇവിടെ തന്നെ പുഷ്പം അർപ്പിക്കും അഥവാ പുഷ്പം വർഷിക്കും. അതായത് അങ്ങനെയുള്ള കുട്ടികൾ, അതായത് തൻ്റെ മനസ്സിൻ്റെ മേൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ, വിചാരിക്കുമ്പോൾ തന്നെ ഏത് സ്ഥിതിയിലും സ്ഥിതി ചെയ്യാൻ സാധിക്കുന്ന കുട്ടികളുടെ മേൽ ഇപ്പോൾ തന്നെ മറ്റുള്ളവർ പുഷ്പങ്ങൾ അർപ്പിക്കും. ഐസെ ജോ പാസ് വിത്ത് ഓണർ ഹോങ്കെ ഉനോങ്കെ ഊപ്പർ जो द्वापर के भक्त हैं वह अंत में इस साकार रूप में फूलों की वर्षा करेंगे. അതേപോലെ ഓണറോടുകൂടി ആരാണോ പാസ്സാകാൻ പോകുന്നത് അവരുടെ മേലും ദ്വാപരയുഗത്തിലെ ഭക്തർ അന്ത്യസമയത്ത് സാകാരത്തിൽ പുഷ്പങ്ങൾ വർഷിക്കും. ദ്വാപരയുഗത്തിലെ ഭക്തരാരാണോ ആകാൻ പോകുന്നത് അവരും ബഹുമതിയോടുകൂടി പാസ്സാകാൻ പോകുന്ന ആത്മാക്കളുടെ മേൽ പുഷ്പവൃഷ്ടി ഇപ്പോൾ അന്തിമ സമയത്ത് നടത്തും എന്ന് ബാബ പറയുകയാണ്. അതായത് അവർ അംഗീകരിക്കും മനസ്സുകൊണ്ട് അവരുടെ യോഗ്യതയെ. ജോ അന്ത് തക്ക് സൺഷോസ് ഫാദർ കർക്കേ ഹി ജായെങ്കി, അതായത് അവസാനം വരെ സൺഷോസ് ഫാദർ, അതായത് ഫാദറിനെ ഷോ ചെയ്യും സൺ, അതായത് പുത്രന്മാർ, മക്കൾ അച്ഛനെ ഷോ ചെയ്യും അവരുടെ കർമ്മത്തിലൂടെ. ഐസാ സർവീസബിൾ മൃത്യു ഹോത്ത ഹേ, ഇസ് മൃത്യു സേ ഭി സർവീസ് ഹോത്തി ഹേ. അപ്പം അങ്ങനെ സർവീസബിളായിട്ടുള്ള ആത്മാക്കളുടെ മൃത്യു ഉണ്ടാവും. ആ മൃത്യു തന്നെ വളരെയധികം സേവനം ചെയ്യും. അതായത് അവരുടെ മൃത്യുവും അവർ ദേഹത്തിൽ നിന്ന് പോകുന്നതും വളരെ വലിയ സേവനമായിരിക്കും. ബാബയുടെ പ്രത്യക്ഷത അതിലൂടെയും ഉണ്ടാകും. സർവീസ് കെ പ്രതി ബച്ചേ ഹി നിമിത്ത് ഹേ നക്കി മാബാബ്, സർവീസിന് വേണ്ടി നിമിത്തമായിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്, അല്ലാതെ അമ്മയും അച്ഛനും അല്ല. വഹുത്തോ ഗുപ്തരൂപമേ, അമ്മയും അച്ഛനും ഗുപ്തരൂപത്തിലാണ്. സർവീസ് में माता पिता बैकबोन है और बच्चे सामने हैं. സേവനത്തിൽ അമ്മയും അച്ഛനും ബാക്ക് ബോണാണ്, കുട്ടികൾ മുന്നിൽ നിൽക്കുകയാണ്. ഈ സർവീസ് के पार्ट में माता पिता का पार्ट नहीं है. ഈ സർവീസിൻ്റെ പാർട്ടിൽ
മാതാപിതാവിൻ്റെ പാർട്ടില്ല. ഇസ്മേ ബച്ചേ ഹി ബാപ് കാ ഷോ കരേംഗെ. ഇതിൽ കുട്ടികൾ തന്നെ അച്ഛൻ്റെ ഷോ ചെയ്യും. യഹ് ഭി സർവീസ് കാ അന്ത് മേ മെഡൽ പ്രാപ്ത് ഹോത്താ ഹൈ. ഇതും സേവനത്തിൻ്റെ അന്തിമത്തിൽ മെഡൽ പ്രാപ്തമാകും. ഐസാ മെഡൽ ഡ്രാമേ കോയി ബച്ചോങ്കോ മിൽനാ ഹൈ. ഇങ്ങനെയുള്ള മെഡൽ ഈ ഡ്രാമയിൽ ചില കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ സങ്കല്പിക്കുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ സ്ഥിതിയിൽ അഥവാ അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ തന്നെയാണ് ഓണറോടുകൂടി പാസ്സാകുന്നവർ എന്ന് പറയുന്നത്. അവരെ മറ്റുള്ളവരും അംഗീകരിക്കും. അതേപോലെ ദ്വാപരയുഗം മുതലുള്ള ഭക്തരും അവരെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അംഗീകരിച്ച് അവരുടെ യോഗ്യത മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ പുഷ്പവൃഷ്ടി നടത്തും. അവരുടെ അന്തിമ ശ്വാസം വരെ അവർ സേവനം ചെയ്തുകൊണ്ടേയിരിക്കും, ബാബയെ പ്രത്യക്ഷമാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ മൃത്യുവും അങ്ങനെയുള്ളതായിരിക്കും. അതിലൂടെ ബാബയുടെ പ്രത്യക്ഷത വരും. അതാണ് ബാബ പറയുന്നത് സൺ ഷോസ് ഫാദർ. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് അവസാനം മെഡലും പ്രാപ്തമാകും. ഇപ്പോൾ ഡ്രാമ പ്ലാൻ അനുസരിച്ച് വളരെ കുറച്ച് കുട്ടികൾക്ക് ഈ മെഡൽ പ്രാപ്തമാകുന്നതിനുള്ള സൗഭാഗ്യമുണ്ട് എന്ന് ബാബ പറയുകയാണ്. अभी हर एक अपने आप से जज करें कि हम ऐसा मेडल प्राप्त करने के लिए निमित्त बन सकते हैं. ഇപ്പോൾ ഓരോരുത്തരും സ്വയം തന്നെ ജഡ്ജ് ചെയ്യണം, തന്നെക്കുറിച്ച് തീരുമാനമെടുക്കണം. അങ്ങനെയുള്ള മെഡൽ പ്രാപ്തമാകുന്നതിന് എനിക്ക് നിമിത്തമാകാൻ കഴിയുമോ? അതിനുള്ള യോഗ്യത എനിക്ക് വന്നിട്ടുണ്ടോ? മെഡൽ പ്രാപ്തമാകുന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തരും സ്വയം തന്നെക്കുറിച്ച് ചിന്തിക്കൂ, തീരുമാനിക്കൂ എന്ന് ബാബ പറയാണ്. ഐസെ നഹി സിർഫ് പുരാനി ബഹനെ ഹി ബൻ സകേംഗി. പഴയ സഹോദരിമാർക്ക് മാത്രമേ അങ്ങനെ മെഡലിന് യോഗ്യതയുണ്ടാകുകയുള്ളൂ എന്നൊന്നും കരുതണ്ട. കോയി ഭി ബൻ സക്തേ, ആർക്ക് വേണമെങ്കിലും ആകാം. നയേ നയേ രത്തൻ ഭി ഹേ ജോ കമാൽ കർ ദിഖായെങ്കി. പുതിയ രത്നങ്ങളുണ്ട്, അത്ഭുതം ചെയ്ത് കാണിക്കാൻ കഴിയും. അപ്പം ബാബു പറയേണ്ടത് വർഷത്തിനല്ല പ്രാധാന്യം, ആര് എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും, പ്രാപ്തി ഉണ്ടാവും, അവർക്കതിനുള്ള യോഗ്യത വരും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരെ യോഗ്യരാക്കൂ എന്ന് ബാബ നമ്മെ ഉപദേശിക്കുകയാണ്. അഭി സർവീസ് മേ നവീനത ലാനി ഹെ. ഇപ്പോൾ സേവനത്തിൽ നവീനത കൊണ്ടുവരണം. ജൈസെ അപ്പനെ മേ നവീനത ലാത്തേ ഹോ വൈസെ സർവീസ് മേ ഭി നവീനത ലാനി ഹെ. അപ്പം ഏതുപോലെ തന്നിൽ നവീനത കൊണ്ടുവരുന്നോ അതേപോലെ സേവനത്തിലും നവീനത കൊണ്ടുവരണം. നവീനത ലാനേക്ക് 5 ബാത്തേ യാദ് രഖ്നി ഹെ. പുതുമ അഥവാ നവീനത കൊണ്ടുവരുന്നതിന് വേണ്ടി 5 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം. സഭി കെ മുഖ് സെ യഹ് നിക്കലെ കി യഹ് കഹാ സെ ആയി ഹെ. എല്ലാവരുടെയും മുഖത്തു നിന്നും ഈ ശബ്ദം വരണം, ഇവർ എവിടെ നിന്നാണ് വന്നത്. ജൈസെ ശുരൂമേ നികൽത്തത്. ഏതുപോലെ യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ സേവനത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തുനിന്ന് ഈ ശബ്ദമാണ് വന്നത്, ഇവർ എവിടെ നിന്ന് വന്നവരാണ്. അതേപോലെ ഇപ്പോഴും എല്ലാവരുടെയും മുഖത്തിൽ നിന്ന് ഈ ശബ്ദം വരണം എന്ന് ബാബ പറയുകയാണ്. പരന്തു ശുരൂമേ വാണീകാ ബൽ നഹീ ഥ. എന്നാൽ തുടക്കത്തിൽ ശബ്ദത്തിൻ്റെ ബലം ഉണ്ടായിരുന്നില്ല. അഭി തുംകോ വാണീകാ ബൽ ഹെ. ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദത്തിൻ്റെ ബലമാണുള്ളത്. ലേക്കിൻ അലൗകിക് സ്ഥിതി കാ ബൽ ഗുപ്ത് ഹോ ഗയാ ഹെ, छिप ഗയാ ഹെ. എന്നാൽ അലൗകിക സ്ഥിതിയുടെ ശക്തി ഇപ്പോൾ ഗുപ്തമായിപ്പോയി, മറഞ്ഞുപോയി. അപ്പം ബാബ പറയുകയാണ്, അലൗകികമായ ശക്തി, മനസ്സിൻ്റെ ആന്തരികമായ ശക്തി ഇപ്പോൾ മറഞ്ഞുപോയി, ഗുപ്തമായി. പകരം ഇപ്പോൾ പുറമേയുള്ള ശബ്ദത്തിൻ്റെ ബലമാണുള്ളത്. ശബ്ദത്തിൻ്റെ സംസാരത്തിൻ്റെ ബലമാണ് ഇപ്പോൾ കൂടുതലുള്ളത് എന്ന് ബാബ പറയുകയാണ്.
इसलिए अब फिर से ऐसी अलौकिकता सभी को दिखानी है जो सभी महसूस करे कि जैसे शुरू में भट्टी से निकली हुई आत्माएं कितनी सेवा के निमित्त बनी, अब फिर से सृष्टि के दृश्य को ചേഞ്ച് करने के निमित्त बनी है. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അങ്ങനെയുള്ള അലൗകികത എല്ലാവരിലും കാണിക്കണം, എല്ലാവർക്കും അത് ഫീൽ ചെയ്യണം, അനുഭവം ചെയ്യണം. ഏതുപോലെ ആരംഭത്തിൽ ഭട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആത്മാക്കൾ എത്ര സേവനത്തിനാണ് നിമിത്തമായത്. ഇപ്പോൾ വീണ്ടും സൃഷ്ടിയുടെ ദൃശ്യത്തെ ചേഞ്ച് ചെയ്യുന്നതിന് നിമിത്തമായി. അപ്പോൾ ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ സേവനത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ അലൗകികതയിൽ, ആ ശക്തിയിൽ, ആ അവ്യക്ത പ്രഭാവത്തിൽ എല്ലാവർക്കും വളരെയധികം ആകർഷണം ഉണ്ടായിരുന്നു. ഇവരെവിടെ നിന്ന് വന്നവരാണ് എന്നുള്ള ഫീലിങ്സാണ് മറ്റെല്ലാവരുടെയും മുഖത്തിൽ നിന്നും വന്നത്. അപ്പം അതേപോലെ വീണ്ടും ഈ സമയത്തും അലൗകികതയുടെ ആ പ്രഭാവം ഇനിയും ഉണ്ടാക്കണം എന്ന് ബാബ കുട്ടികളോട് ആവശ്യപ്പെടുകയാണ്. ഉൻസെ അബി കി സർവീസ് ബഡി ഹെ. അവർ അതിനേക്കാൾ ഇപ്പോഴത്തെ സർവീസ് വളരെ വലുതാണ്. तो ऐसी शक्ति रूप और स्नेह रूप बन जाना है. कितने भी हज़ारों के बीच खड़े हो तो भी दूर से अलौकिक व्यक्ति नजर आवे. ഇപ്പോഴങ്ങനെ ശക്തി സ്വരൂപം സ്നേഹസ്വരൂപമായി തീരണം. എത്ര ആയിരങ്ങളുടെ മധ്യത്ത് നിന്നിരുന്നാലും വളരെ ദൂരത്ത് നിന്ന് തന്നെ അലൗകിക വ്യക്തിയായി കാണപ്പെടണം. ആ അലൗകിക വ്യക്തിത്വം നമ്മളിലൂടെ കാണപ്പെടണം. അതിന് എത്ര ആയിരങ്ങളിടയിൽ നിന്നിരുന്നാലും വളരെ ദൂരെ നിന്ന് തന്നെ ആ അലൗകികത ആകർഷിക്കണം. ആ രീതിയിലുള്ള ആത്മശക്തി അഥവാ മനസ്സിൻ്റെ ശക്തിയെ ബാബ പറയുകയാണ് കുട്ടികൾ വർദ്ധിപ്പിച്ചെടുക്കണം. जैसे साकार रूप के लिए वर्णन करते हैं, कोई भी अनजान समझ सकता था कि यह कोई अलौकिक व्यक्ति है. ഏതുപോലെ സാകാര ബാബയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ടല്ലോ, ഏതൊരു അറിവില്ലാത്ത വ്യക്തിക്കും മനസ്സിലാകുമായിരുന്നു ഇതേതോ അവ്യക്ത വ്യക്തിയാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് പോലും ബാബയെ കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു ഇതേതോ അലൗകിക വ്യക്തിയാണ്. ഹസാരോं के बीच में वो हीरा चमकता था. ആയിരങ്ങളുടെ ഇടയിലും ആ രത്നം പ്രകാശിക്കുമായിരുന്നു. ബ്രഹ്മബാബയുടെ തിളക്കം അതെല്ലാവരുടെ ഇടയിൽ എടുത്തു പറയുമായിരുന്നു. അതെല്ലാവർക്കും അത് എടുത്ത് മനസ്സിലാകുമായിരുന്നു. ബാബ അലൗകികമാണ്, തിളങ്ങുന്ന ഒരു ജ്യോതിയായിരുന്നു, രത്നമായിരുന്നു എന്നുള്ളത്. तो ഫോളോ ഫാദർ. അപ്പോൾ കുട്ടികളും ഫാദറിനെ ഫോളോ ചെയ്യും. उनकी वाइब्रेशन अपने में नहीं लाना, अपने वाइब्रेशन से उनों को अलौकिक बनाना, यही नवीनता लानी है. മറ്റുള്ളവരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻ നമ്മളിൽ വരികയല്ല വേണ്ടേ, നമ്മുടെ വൈബ്രേഷൻ അവരിലേക്ക് പോവുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള പുതുമയാണ്, നവീനതയാണ് കുട്ടികൾ കാണിക്കേണ്ടത്. अभी सर्विस के कारण कुछ संसारी लोगों में मिक्स लगते हैं. ഇപ്പോൾ സേവനം കാരണം ലൗകികത്തിലുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് കൂടിച്ചേർന്ന് പോകുന്നുണ്ട്. സർവീസ് के प्रति संबंध में रहते भी न्यारे रहने का जो मंत्र है उसको नहीं भूलना. സേവനത്തിന് വേണ്ടി ബന്ധത്തിൽ വരുമ്പോഴും അതിനുപരിയായി നിൽക്കുന്നതിന് വേണ്ടി തന്നിട്ടുള്ള മന്ത്രം അതൊരിക്കലും മറക്കരുത്. അപ്പോൾ സേവനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഇടപെടേണ്ടി വരും, അവരുമായിട്ട് ഇടപഴകേണ്ടി വരും. അപ്പോഴും നമ്മുടെ സ്ഥിതിയെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള മന്ത്രം ഏതാണോ ബാബ നമുക്ക് തന്നിട്ടുള്ളത് അതൊരിക്കലും കുട്ടികൾ മറക്കരുത് എന്ന് ബാബ ഉപദേശിക്കുകയാണ്. अभी वह संबंध जो रखना था सो रख लिया. अभी इस रीति संबंध रखने की भी आवश्यकता नहीं.
ഇപ്പോഴാ സംബന്ധം ഏത് വെക്കണമായിരുന്നോ അത് വെച്ച് കഴിഞ്ഞു. ഇനി ആ രീതിയിൽ ബന്ധം വയ്ക്കേണ്ട ആവശ്യവുമില്ല. അതായത് കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പുറം ലോകത്തായിരുന്നാലും അതായത് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരുടെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ലൗകികത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇനി ലൗകികത്തിലുള്ളവരുമായിട്ട് അങ്ങനെയൊരു ബന്ധം ഇപ്പോൾ വയ്ക്കേണ്ട ആവശ്യവുമില്ല എന്ന്. സർവീസ് കാരൻ അപ്പനേക്കോ ഹൽക്ക കർണേക്ക് ബി ജരൂരത്ത് നഹി. സർവീസ് കാരണം സ്വയം തന്നെ എല്ലാത്തിലും നമുക്ക് ലൈറ്റാക്കുക, അതിൻ്റെയും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവം നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിന് കൊടുക്കണോ അത്രയും ഗൗരവം നമ്മൾ കൊടുക്കുക തന്നെ വേണം. സമയം ബീച്ചുക. അങ്ങനെ മറ്റു ലോകത്തുള്ളവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാബ പറയേണ്ട അങ്ങനെയുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങനെയൊരു ബന്ധം വെക്കേണ്ട ആവശ്യം ഇപ്പോൾ തോന്നുന്നില്ല. അഭി ലൗകിക് ബീച്ച് അലൗകിക് നസറാവും. ഇപ്പോൾ ലൗകികത്തിനിടയിൽ അലൗകികമായി കാണപ്പെടട്ടെ. അതായത് മറ്റെല്ലാവരുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ മറ്റുള്ളവർക്കൊരു വ്യത്യസ്തമായി കാണപ്പെടട്ടെ. അങ്ങനെ ഒരു പരിവർത്തനം നമ്മൾ കൊണ്ടുവരണം എന്ന് ബാബ പറയുകയാണ്. അനേക വ്യക്തിയൊക്കെ ബീച്ച് അവ്യക്തമൂർത്തിലകെ. അനേകം വ്യക്തികളുടെ ഇടയിൽ അവ്യക്തമൂർത്തായി കാണപ്പെടണം. വഹ് വ്യക്ത് ദേഖ്നെ മേ ആയേ ആപ്പ് അവ്യക്ത് ദേഖ്നെ മേ ആവോ യഹ് ഹേ പരിവർത്തൻ. അവരെ കാണുമ്പോൾ അവർ വ്യക്തമായി കാണട്ടെ, നിങ്ങളെ അവ്യക്ത രൂപത്തിലും അവർക്ക് മനസ്സിലാവട്ടെ. ഈ ഒരു പരിവർത്തനം നിങ്ങളിൽ കൊണ്ടുവരണം. അതായത് മറ്റ് ലൗകികത്തിലുള്ളവരുടെ ഇടയിൽ നമ്മൾ ഇരുന്നു കൊണ്ടും ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അവർ ലൗകികമോ അല്ലെങ്കിൽ വ്യക്തമായി തന്നെ കാണപ്പെടട്ടെ, നിങ്ങൾ അവരുടെ ഇടയിലും അവ്യക്തം അർത്ഥം അലൗകികമായി അവർക്ക് തോന്നട്ടെ. അങ്ങനെ വലിയൊരു ആന്തരികമായ മാറ്റം പരിവർത്തനം നിങ്ങളിൽ കൊണ്ടുവരണം. शुरू में कोई के वाइब्रेशन अथवा संग में अपने में परिवर्तन लाए थे. തുടക്കത്തിൽ ആരുടെയെങ്കിലും വൈബ്രേഷൻ അഥവാ സംഘത്തിൽ തന്നിൽ തന്നെ പരിവർത്തനം കൊണ്ടുവന്നിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇനി എങ്ങനെ തന്നെ ആയിരുന്നാലും നമ്മൾ നമ്മുടെ ആ ഈശ്വരീയ ബോധത്തിൽ അലൗകിക ബോധത്തിൽ ഉറച്ചു നിന്നിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടേതായ നിയമങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതിയിലോ നമ്മൾ മാറ്റം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇസിലിയെ കേത്തെ ഥേ ബ്രഹ്മകുമാരി മേ ഹട്ട് ബൗദ്ധ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞിരുന്നത് ബ്രഹ്മകുമാരിമാരിൽ കുറച്ച് വാശി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവർ പിടിച്ച പിടിയിൽ തന്നെ നിൽക്കും, ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അവർ പറഞ്ഞിരുന്നു നേരത്തെ. ലേക്കിൻ വ ഹട്ട് അച്ഛാധാന. പക്ഷെ അങ്ങനെയൊരു മുറുകെയുള്ള ആ ഒരു വാശി അല്ലെങ്കിൽ ഉറച്ചു നിന്ന ആ സ്വഭാവം നന്നായിരുന്നല്ലോ. യഹ് ഹേ ഈശ്വരീയ ഹട്ട്. ഇതാണ് ഈശ്വര്യമായിട്ടുള്ള ഒരു വാശി അല്ലെങ്കിൽ ഈശ്വര്യമായിട്ടുള്ള ഒരു കടുംപിടുത്തം. ഇസിലിയെ अब वाइब्रेशन के बीच रहते अपने को न्यारा और प्यारा बनाना है. അതുകൊണ്ടിപ്പോൾ വൈബ്രേഷനിടയിൽ ഇരുന്നു കൊണ്ടും സ്വയം തന്നെ എല്ലാത്തിൽ നിന്നും വേറിട്ടും ബാബയ്ക്ക് പ്രിയവുമാക്കണം. ഇത്തനി സർവീസ് നഹി കരെങ്കിൽ, ഇത്രയും സേവനം ചെയ്യുകയില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. എല്ലാവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ടും അലൗകികതയുടെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ചെയ്യിച്ചു കൊടുക്കാൻ കഴിയുകയില്ലേ? ഈ ആത്മീയ സേവനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. സിർഫ് വാണീസേ കുർബാൻ നഹി ഹോത്തെ. വെറും ശബ്ദത്തിലൂടെ അർപ്പണമാകുകയല്ല. ആപ് ലോഗോനെ കൈസേ കുർബാനിക്ക്. നിങ്ങൾ എങ്ങനെയാണ് ബാബയിൽ വലിയ അർപ്പണം ചെയ്തത്? ആന്തരിക് ആത്മസ്നേഹസേ. ആന്തരികമായ ആത്മസ്നേഹത്തിലൂടെയാണ്. ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിലുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അന്നുണ്ടായിരുന്നവൾ ബാബയിൽ ബലിയർപ്പിച്ചത് ആന്തരികമായ ആത്മസ്നേഹത്തിലൂടെയാണ്. പ്രജ തോ ബോത്ത് ബനായി ലേക്കിൻ അബ് കുർബാൻ കർണ ഹെ. പ്രജകളെ വളരെയധികം ഉണ്ടാക്കി, എന്നാൽ ഇപ്പോൾ കുർബാനി ചെയ്യണം. അർത്ഥം ബാബയിലേക്ക് സമർപ്പിക്കണം.
ये സർവീസ് രഹി ഹുയി ഹെ, ഈ സേവനം അവശേഷിക്കുകയാണ്. വാരിസ് കം ഓർ പ്രജ ജ്യാദാ ബനായി ഹെ, അവകാശികളെ കുറച്ചും പ്രജകളെ കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യോങ്കി വാണി സെ പ്രജ ബൻതി ഹെ, ലേക്കിൻ ഈശ്വരീയ സ്നേഹ ഓർ ശക്തി സെ വാരിസ് ബൻത്തെ ഹെ. കാരണം ശബ്ദത്തിലൂടെ പ്രജകളാണ് തയ്യാറാകുന്നത്, എന്നാൽ ഈശ്വരീയ സ്നേഹവും ശക്തിയിലൂടെയാണ് അവകാശികൾ തയ്യാറാകുന്നത്. അപ്പോൾ ബാബയുടെ എടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സമയത്തെ സേവനത്തിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ പ്രജകൾ വളരെ കൂടുതൽ തയ്യാറായിട്ടുണ്ട്, അവകാശി കുട്ടികൾ ആ ക്വാളിറ്റി ഉള്ളവർ വളരെ കുറവാണ്. കാരണം ശബ്ദത്തിലൂടെയുള്ള സേവനമാണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിലൂടെയുള്ള സേവനത്തിലൂടെ പ്രജകളാണ് തയ്യാറാകുന്നത്. അവകാശി കുട്ടികൾ തയ്യാറാകണമെങ്കിൽ ഈശ്വരീയ സ്നേഹവും ശക്തിയും വേണം. അതാണ് ബാബ ഈ നമ്മളെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. തോ വാരിസ് ബനാനെ, ഇപ്പോൾ വേണ്ടത് അവകാശികളെയാണ്. യഹ് ഫസ്റ്റ് സ്റ്റേജ് കാ പുരുഷാർത്ഥ, ഇത് ഫസ്റ്റ് സ്റ്റേജിലെ പുരുഷാർത്ഥമാണ്. वाणी से किसी को पानी नहीं कर सकते, लेकिन स्नेह और शक्ति से 1 सेकंड में स्वाहा करा सकते हैं. ശബ്ദത്തിലൂടെ ഒരാളിനെ അലിയിക്കാൻ പറ്റില്ല, എന്നാൽ സ്നേഹത്തിലും ശക്തിയിലും കൂടി 1 സെക്കൻഡിൽ സ്വാഹ ചെയ്യിക്കാൻ കഴിയും. അപ്പം ബാബ ശബ്ദത്തിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ടുള്ള സേവനം സ്നേഹത്തിലും ശക്തിയിലും കൂടിയേ നടക്കുകയുള്ളൂ, അതിലാണ് ക്വാളിറ്റി സേവനം ഉണ്ടാകുന്നത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യഹ്വി അന്തുമേ മാർസ് മിൽത്തെ ഹെ, വാരിസ് കിത്തനെ ബനായി പ്രജാ കിത്തനി ബനായി, വാരിസ് भी किस वैरायटी और प्रजा भी किस वैरायटी की और कितने समय में बने. फाइनल पेपर आज सुना रहे हैं. ഇതും അന്തിമ സമയത്ത് മാർക്ക് കിട്ടുന്ന കാര്യമാണ്. അവകാശികളെ എത്ര തയ്യാറാക്കി, പ്രജകളെ എത്ര തയ്യാറാക്കി, അവകാശികളും അതിൽ തന്നെ ഏത് വെറൈറ്റിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, പ്രജകളിലും ഏത് വെറൈറ്റിയുടെ സേവനമാണ് ചെയ്തിട്ടുള്ളത്, എത്ര സമയത്തിലാണ് അവരെ തയ്യാറാക്കിയത്. അപ്പോൾ ഇതിനെല്ലാം മാർക്ക് വരും ഫൈനൽ പേപ്പർ. അത് ബാബ ഇന്ന് കേൾപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസിൻ്റെ റിസൾട്ട് അത് നമ്മൾ അവകാശി കുട്ടികളെ ആണോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, അതോ പ്രജകളെയാണോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രജകളിൽ തന്നെ അതിലും വെറൈറ്റി ഉണ്ടല്ലോ, ഉയർന്ന പ്രജകളും താഴ്ന്ന പ്രജകളും ഉണ്ട്. അതേപോലെ അവകാശികളിലും അതിൻ്റേതായ വെറൈറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയുള്ള സേവനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എല്ലാം മാർക്ക് അവസാനം നമുക്ക് കിട്ടും. അപ്പോൾ ബാബ അതിൻ്റെ എല്ലാം ഫൈനൽ ഇന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. किस किस क्वेश्चन पर मार्क्स मिलते हैं, ഏതേതെല്ലാം ക്വസ്റ്റ്യനിലാണ് മാർക്ക് കിട്ടാൻ പോകുന്നത്. एक तो यह क्वेश्चन अंतिम रिजल्ट में होगा, ഒന്ന് ഈ ക്വസ്റ്റ്യൻ അന്തിമ റിസൾട്ടിൽ വരും. दूसरा सुनाया अंत तक സർവീസ് का ഷോ, അവസാനം വരെ സേവനത്തിൻ്റെ പ്രത്യക്ഷത. और तीसरी बात थी आदि से अंत तक जो अवस्था चलती आई है उसमें कितनी बारी फेल हुए हैं. മൂന്നാമത്തെ കാര്യം, ആദ്യം മുതൽ അവസാനം വരെ ഏതവസ്ഥയാണോ നടന്നു വരുന്നത് അതിൽ എത്ര പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവസാനം കണക്ക് കൂട്ടും എന്ന് ബാബ പറയുകയാണ്. ഇതൊന്ന് നേരത്തെ പറഞ്ഞ കുട്ടികൾ അവകാശി കുട്ടികളെയാണോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്രജകളെയാണോ, അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തേത് അവസാനം വരെ സേവനത്തിൻ്റെ ഷോ. മൂന്നാമത്തേത് ആദ്യം മുതൽ അവസാനം വരെയുള്ള തൻ്റെ അവസ്ഥയിൽ എത്ര പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. പൂരാ പോത്തേമൽ അനൗൺസ് ഹോങ്ക, മുഴുവൻ കണക്കുകളും അനൗൺസ് ചെയ്യുമെന്ന്. കിത്തനെ ബാരി വിജയി ബനെ और कितने बारी फेल हुए और विजय प्राप्त की तो कितने समय में. എത്ര പ്രാവശ്യം വിജയിച്ചു,
അവർ എത്ര പ്രാവശ്യം തോറ്റു, വിജയം പ്രാപ്തമാക്കിയെങ്കിൽ എത്ര സമയം കൊണ്ട് പ്രാപ്തമാക്കി, ഈ എല്ലാ റിസൾട്ടും അവസാനം അനൗൺസ് ചെയ്യും. कोई भी समस्या को सामना करने में कितना समय लगा, उनकी भी മാർക്സ് मिलेंगी. ഏതെങ്കിലും പ്രശ്നത്തെ തരണം ചെയ്യുന്നതിന് എത്ര സമയമെടുത്തു, അതിൻ്റെയും മാർക്ക് കിട്ടും. तो सारे जीवन की सर्विस और स्वस्थिति और अंत तक सर्विस का सबूत यह 3 बातें देखी जाती हैं. ഇപ്പം ബാബു പറയണം, മുഴുവൻ ജീവിതത്തിൻ്റെയും സേവനം, തൻ്റെ സ്വസ്ഥിതി, അവസാനം വരെ ചെയ്തിട്ടുള്ള സേവനത്തിൻ്റെ തെളിവ്, ഈ 3 കാര്യങ്ങളും അവസാനം കണക്ക് കൂട്ടിയാണ് മാർക്ക് വരുന്നത് എന്ന് ബാബു പറയണം. യഹാം ഭി हर एक दो के सामने स्पष्ट देखेंगे कि इन 3 बातों का क्या क्या पोतामेल रहा है. ഇവിടെയും ഓരോരുത്തർക്കും അവരവരുടെ മുന്നിൽ സ്പഷ്ടമായി കാണാൻ കഴിയും ഈ 3 കാര്യങ്ങളിൽ എങ്ങനെയുള്ള കണക്കാണുള്ളത്. और उनको सामने ला करके अपने रिजल्ट को भी पहले से ही चेक कर सकते हो और जो कमी रह गई है उनको റിവൈസ് कर പൂർണ്ണ कर सकते हो. ഭഗവാൻ അതിനെ മുന്നിൽ കൊണ്ടുവന്ന്, അതായത് ഓരോരുത്തർക്കും സ്പഷ്ടമായിട്ടിത് മനസ്സിലാകും ഈ 3 കാര്യങ്ങളിൽ എങ്ങനെയാണ് എൻ്റെ കണക്ക്. അതായത് ഒന്ന്, ബാബ നമ്മോട് പറഞ്ഞത് സേവനം, അതായത് മുഴുവൻ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സേവനം, അതേപോലെ തൻ്റെ സ്ഥിതി, പിന്നെ 3-മത്തേത് അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസിൻ്റെ തെളിവ്. അപ്പോൾ ഈ 3ലും ഞാൻ എങ്ങനെയാണ് സേവനം ചെയ്തിട്ടുള്ളത്, കണക്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഓരോരുത്തർക്കും അവരവരുടെ കാര്യം സ്പഷ്ടമാകും. അത് തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് റിസൾട്ട് നേരത്തെ തന്നെ ചെക്ക് ചെയ്യാൻ കഴിയും. പിന്നെ എന്ത് കുറവാണ് ഉള്ളത് അതിനെ റിവൈസ് ചെയ്ത് പൂർത്തിയാക്കാനും കഴിയും. അബി ഭി അഗർ ഇൻ ബാത്തോं की कमी हो तो भर लो. ഇപ്പോഴും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കും, നികത്താൻ കഴിയും. മേക്കപ്പ് കർ സക്തേ ഹോ, അത് മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്ന്. ആധാ ഘണ്ഠമേ ഭി ഗാഡി മേക്കപ്പ് ഹോ ജാത്തി ഹെ. അരമണിക്കൂർ കൊണ്ടും വണ്ടി മേക്കപ്പ് ചെയ്യാൻ കഴിയും. ഇത് തന്നിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി ഫാസ്റ്റായിട്ട് പോകാൻ കഴിയും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. जो 6 घंटा भी नहीं चलते वह आधा घंटा में हो जाते. 6 മണിക്കൂർ കൊണ്ട് നടക്കാത്ത കാര്യം അരമണിക്കൂറിൽ നടക്കും. इसलिए अब മേക്കപ്പ് करने का ലാസ്റ്റ് ചാൻസ് है. ഇപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ചാൻസാണ്. अब റിസൾട്ട് देखेंगे. ഇപ്പോൾ ബാബ റിസൾട്ട് കുട്ടികളുടെ നോക്കും. जैसे शुरू में समाचार आते थे कि कितनी ऊंच आत्माएं हमारे पास आ पहुंची हैं. അപ്പം തുടക്കത്തിൽ ഇങ്ങനെയുള്ള സമാചാരം ബാബയ്ക്ക് വരുമായിരുന്നു, എത്രയോ ഉയർന്ന ആത്മാക്കൾ നമ്മുടെ അടുത്ത് എത്തിയെന്ന്. ഐസ സമാചാർ ഫിർസെ ആനാ ചെയ്യേ, അങ്ങനെയുള്ള വാർത്ത വീണ്ടും ബാബയ്ക്ക് വരണം. ഭട്ടി കാ അർത്ഥ ഹി ഹേ ബദൽ. ഭട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറ്റം, പരിവർത്തനം എന്നാണ്. ഓം ശാന്തി.